ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. രാവിലെ തന്നെ വന്ന് ഫോട്ടോ എടുക്കുന്നല്ല, അതിന്റെ ഇടയിൽ ഞങ്ങൾ കൊറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിക്കോളും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടുവരി. പെരുന്നാൾ തലേന്ന് പടക്കം പുതിരിയൊക്കെ കത്തിക്കാൻ എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. പടക്കം പൊട്ടിക്കണം. എങ്ങനെ കത്തിച്ചാലേ കത്തി കഴിഞ്ഞ കൈ മാറ്റാൻ കേട്ടോ. ഈദ് മുബാറക്. സിയാനൊക്കെ പള്ളിയിൽ പോവാൻ എത്തിക്കണം കേട്ടോ. ഋഷി മാറ്റിയോ? പപ്പ എവിടെ? കുളിക്കുന്നുള്ളൂ. വലിയ പെരുന്നാളിന്റെ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ. ഇതാണ് കേട്ടോ ഇക്കാന്റെ പെരുന്നാൾ ഷർട്ട്. പെരുന്നാൾ ഷർട്ടും പെരുന്നാൾ തുണി. പെരുന്നാളായിട്ട് നമ്മളെ മതിലുമ്മ മെയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ റഷുവിന്റെ പെരുന്നാൾ ഡ്രസ്സ്. ഇത് മാത്രല്ല, ഇനി പോന്നാലും ഞാൻ മറ്റൊരു ഡ്രസ്സ്. പള്ളിയിൽ നിന്നൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ലേ. പുട്ടും ചിക്കൻ കറിയും കോഫിയാണ് കേട്ടോ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പെരുന്നാളായാലേ നമ്മളെ വീട്ടിൽ നൂൽപുട്ടും ചിക്കൻ കറി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ചില വീട്ടിൽ പത്തിരി, ചില വീട്ടിൽ അതേപോലെ പൊറോട്ട അല്ലെ, അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ ഇന്ന് പെരുന്നാൾ രാവിലെ ആരെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തിനാ ഞങ്ങൾക്ക് പോയി തിന്നാനാ? വിഷു പപ്പക്ക് പോയി തിന്നാനാ. അപ്പൊ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഉമ്മ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി. പെരുന്നാൾ സ്പെഷ്യൽ എന്താണ്? മാംഗോ ഐസ്ക്രീമും മാംഗോ പുഡിങ്ങും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് കിട്ടോ. പെരുന്നാളൊക്കെ അല്ലേ. അപ്പൊ ഇനിയിപ്പോ എന്താ, നമ്മള് സിയാൻ ഇവരൊക്കെ വരാൻ കാത്തിരിക്കണില്ലേ നമ്മള്. മാംഗോ ഐസ്ക്രീമും മാംഗോ പുഡിങ്ങും ആണ് കേട്ടോ. മാംഗോന്റെ സീസൺ ആയതുകൊണ്ട് മാംഗോ വെച്ചിട്ട് തന്നെ പുഡിങ്ങും ഐസ്ക്രീമും ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ തന്നെ ഉണ്ടാക്കന്നിട്ട് എല്ലാവർക്കും മാംഗോ ജ്യൂസ് ഐസ്ക്രീം, എല്ലാവർക്കും സർപ്രൈസ്. സർപ്രൈസ് അല്ലേ? ഋഷി എങ്ങനെ പോയി? അപ്പൊ ഇന്ന് നമ്മളെ സിയാന്റെ സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. പോരാത്തിന് സിയാന് പറയുന്നത് ചില്ലറക്കാരൻ നെഹിനോട്ടാണ് അല്ലേ. ഓൻക്കുണ്ടല്ലോ നമ്മളെ മദ്രസില് റേഞ്ചിൽ ഫസ്റ്റ് ആണ് കേട്ടോ. ഓൻക്ക് 495 മാർക്കാണ് 500 മാർക്കുള്ളൂ ഫസ്റ്റ്. അപ്പൊ ഋഷി അപ്പൊ തന്നെ പറഞ്ഞു ഓൻക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന്. അങ്ങനെ എന്താണ് ഗിഫ്റ്റ് പറയാ? സ്മാർട്ട് വാച്ച്. അത് 2 സ്ട്രാപ്പ് ഉണ്ട്, പിന്നെ ചാർജറും ഉണ്ട്. ഇഷ്ടായോ വാച്ച് ഞാനേ? ഇനി എല്ലാരും അതേമാതിരി പഠിച്ച് ഫസ്റ്റ് വാങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് അല്ലേ. ഹസീന് കിട്ടും, സെയിന് കിട്ടും, റഷൂന് കിട്ടും. ഈ പെരുന്നാൾ പൈസ ആണാക്കിയാലും പടക്കം നമ്മൾ ഇന്നലെ പൊട്ടിച്ചില്ലേ? ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളും തറവാട്ടിലാക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ എന്താണെങ്കിലും ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡ് ആയിട്ടുള്ള ഇൻഡസ്വാലിന്റെ പ്രഷർ കുക്കറിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇവരുടെ പാത്രങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. കാരണം ടോക്സിൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ നോ കെമിക്കൽ കോട്ടിങ്ങും ആണ് കേട്ടോ. ഇത് 3 ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ്.
ബീഫും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇൻഡസ്വാലിന്റെ കുക്ക്വെയർ സെറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള നേഹ ഫുഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. കറിയിലേക്ക് ടേസ്റ്റ് മേക്കേഴ്സ് ഇട്ട് കൊടുക്കുക തന്നില്ലേ, അതെന്താണെന്നറിയാം, കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, വലിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ. ഇത് ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്താണ്ടല്ലോ നമ്മുടെ കറി വേറെ ലെവലാവട്ടോ. ഞങ്ങള് പെരുന്നാളിനുള്ള വിരുന്ന് പോക്കാണ് കേട്ടോ. നാത്തുമാരെ വീട്ടിലേക്കൊക്കെ പോവാണ്. നല്ല പാലട പായസാണ് കേട്ടോ ശരിയമ്മായിന്റെ വീട്ടില്. ഉഷാറാണ് ഷിജമാന്റെ മന്തിയിലെ. അങ്ങനെ ഞങ്ങള് ഷിജത്താന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. തറവാട്ടിൽ നിന്ന് ബിരിയാണി ഒക്കെ തിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കുട്ടികളും എനിക്കൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഞാനിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയൊന്ന് ഉറങ്ങട്ടെ. അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ. 6 മണിയായിട്ടുണ്ട്. ഉറങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, ഉറക്കച്ചടവ് മാറാനും കുറെ ടൈം എടുത്തു. വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വരുന്നില്ലേ ചോദിച്ചാണ്ട്. എന്റെ ഏട്ടത്തിയോട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓളെ എടുത്തിട്ടാണ് ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോകല്. ഓല് ഒരുങ്ങി നിന്നിട്ട് എത്രയോ സമയക്കണം. അപ്പൊ ഫോൺ അടിച്ചതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ഉറക്കത്തിലായിട്ട്. അപ്പൊ ഇനി പോട്ടെ, ഇനി വീഡിയോ ഒന്നും എടുക്കണില്ല, ഒന്നാമത് ഇരുട്ടയിക്കണം കേട്ടോ. ഇനി പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ട് വരികയാണ്, അവിടെ നിൽക്കണില്ല. കാരണം നാളെ 2ാം പെരുന്നാളാണല്ലോ. അപ്പൊ ഇക്ക എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. മറ്റന്നാൾ മുതൽ പിന്നെ ഇക്കാക്ക് ഷോപ്പ് തുറക്കുമല്ലോ. അപ്പൊ ആകെ 2 ദിവസമേ ലീവുള്ളൂ. അപ്പൊ എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ ഞങ്ങൾ അട്ടപ്പാടി പോവാണ് കേട്ടോ. അപ്പൊ 2ാം പെരുന്നാൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ ബോറടിച്ചിരിക്കണ്ട എഴുതിയിട്ട് പോവാണ്. വെറുതെ ഒരു ഡ്രൈവ്. ഋഷു പറഞ്ഞാൽ ആദ്യം ബീച്ചിൽ പോവാ, പക്ഷെ ബീച്ചിലൊക്കെ നല്ല തിരക്കല്ലേക്കരം. അപ്പൊ വെറുതെ ഒരു രസത്തിന് അട്ടപ്പാടി കൂടെ കാട്ടുകൂടെ ഇങ്ങനെ പോണ രസമല്ലേ, അതിനു വേണ്ടി പോവാണ്. നല്ല മഴയാണ് കേട്ടോ. ഋഷി ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ആദ്യം തന്നെ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്യും കേട്ടോ. അപ്പോൾ 1/2 ആക്കുന്നതുകൊണ്ട് എനിക്കും ഇക്കാക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ അട്ടപ്പാടി കാട്ടുകൂടെ ഇങ്ങനെ നല്ല രസമായിട്ട് പോവാന്ന് വിചാരിച്ച് പോകുന്നതായിട്ട്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടോ. ഇവിടെ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ചെറുതായിട്ടൊരു സിനിമക്ക് പോകാമെന്ന് വിചാരിച്ചു. സിനിമ ഒന്നും നല്ലതൊന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ പോകുന്നില്ലേ. പിന്നെ മിന്നൊക്കെ ഉള്ളതല്ലേ, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഗുരുവായൂർ അമ്പലനടയിൽ നല്ല ഫിലിമിന് പോവാണ്. പൊതുവേ നല്ല ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ടെക്കാക്ക്, കാരണം നല്ല റിവ്യൂ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ട എഴുതിയിട്ട് അങ്ങനെ പോവാണ്. യശുവിന് ആകെ സങ്കടമായിട്ടോ. ഓന് അട്ടപ്പാടി കാട്ടുകൂടെ ഒക്കെ പോകാൻ, മൃഗങ്ങളെയൊക്കെ കാണാന്ന് സന്തോഷിച്ച് പോകുന്നത്. യശുവിനാണ് ഈ സിനിമക്ക് പോണ ഇഷ്ടമല്ല. ഇപ്പൊ എന്താ ചെയ്യാ, നമുക്ക് മഴ ഇല്ലാത്തൊരു ദിവസം പോവാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അസ്സലാമു അലൈക്കും.